എന്തോ കാണിക്കോ നിങ്ങൾ ഇവിടെ? അല്ല, അതിനകത്ത് സെറ്റപ്പ് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ലേബർ റൂമിനകത്ത് സെറ്റപ്പോ? അല്ല, നമ്മുടെ മരുമോളെ അതിനകത്തോട്ട് കയറ്റിയില്ല. പ്രസവത്തിന്റെ കാര്യം എന്തോന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. അവള് പ്രസവിച്ചില്ലെങ്കിൽ നിങ്ങൾ സമയത്ത് കയറി പ്രസവിക്കോ? നീ ഇല്ലേ പറഞ്ഞ നീ ആ വെളിയിൽ പോകുമ്പോ എന്റെ ഒരു കണ്ണ് ഇവിടെ വേണമെന്ന് നീ ഇല്ലേ പറഞ്ഞേ? എന്റെ പൊന്നു മനുഷ്യൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കണ്ണ് ചൂഴി അവിടെ വെക്കുമെന്ന് കാര്യം പറഞ്ഞു. ഇവിടെ കിടന്ന് വായനക്കല്ലേ അറിയോ? നമ്മുടെ ലേബർ റൂം അല്ല, നമ്മുടെ റൂമല്ല, ഇവിടെ കിടന്ന് വായനക്ക. അതെനിക്ക് നല്ല ബോധമുണ്ട്. എന്തോ പറയാനൊക്കെ ഉണ്ടാന്നറിയാം. എന്റെ മരുമോളെ പ്രസവത്തിന് കയറ്റിയേക്കുവാ. 3 മണിയായപ്പോ അവക്ക് പ്രസവ വേദന വന്നു. തന്തയെന്ന് പറഞ്ഞു കൂടെ നടക്കും ഇങ്ങനെ. പറഞ്ഞല്ല, ഒറിജിനൽ തന്ത തന്നെയാണ്. ഒറിജിനൽ തന്ത തന്നെയാണ്. ആ ഒറിജിനൽ തന്തയാ. ചെറുക്കൻ അങ്ങ് ഗൾഫിലാ. ഈ തന്തയെന്ന് പറഞ്ഞത് പേര് മാത്രം പറഞ്ഞുകൊണ്ട് നടന്നാ പോരാ, ഓടി നടന്ന കാര്യങ്ങൾ ചെയ്യണം. നിങ്ങളുടെ പെങ്ങളുകാരി, അതായത് ഈ പെണ്ണിന്റെ തള്ള ഈ സമയമായിട്ട് ഇങ്ങോട്ടൊന്ന് വന്നോ? അതെങ്ങനെ? ഞാനുണ്ടല്ലോ ഇവിടെ കിടന്ന് നടക്കാനും, ഞാനുണ്ടല്ലോ ഇവിടെ കിടന്ന് നടക്കാനൊക്കെ. ഈ വെളുപ്പിലെ 3 മണിക്ക് വിളിച്ച് പറഞ്ഞ സുലോചനയ്ക്ക് വരാൻ പറ്റത്തില്ല. ഇന്നലെ അവർക്ക് കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു. എന്നിട്ട് അവള് കിടന്ന് ഉറങ്ങുവാ. കേൾക്കണം, മോക്ക് പ്രസവ വേദന, അമ്മയ്ക്ക് കൈകെട്ടിക്കളി. അങ്ങനല്ല, അമ്മയ്ക്ക് പ്രസവ വേദന, മോക്ക് വീണവായനതാണ്. പഴഞ്ചൊല്ലി തള്ളാനാണോ ഇങ്ങോട്ട് വന്നത്? ആണോ? എനിക്കോ ഇന്നെ ഇവിടെ കിടന്നോടാനെ കൊണ്ട് എനിക്ക് പറ്റത്തില്ല. ഇവിടെ കിടന്നോടാനെ കൊണ്ട് ഈ വെളുപ്പാങ്കാലത്ത് എന്നെ ഈ മരുന്ന് മേടിക്കാൻ പറഞ്ഞു വിടേണ്ട വല്ല കാര്യമുണ്ടോ? ഈ ഇടവഴി തിരിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റോഡല്ലേ മനുഷ്യൻ, നിങ്ങൾക്ക് അവിടെ പോയി മേടിച്ചിട്ട് വരരുതോ? അതിൽ അങ്ങോട്ട് പോകുന്ന മോർച്ചറിയുടെ സൈഡിൽ കിടാ പോകുന്നത്. മോർച്ചറി വേണ്ട, അയാൾ മൂത്രം ഒഴിക്കാതെ ഇയാൾക്ക് പേടിയാ. ഈ പപ്പുന് പി കെ പപ്പുവിന് പേടിയില്ല. നല്ല ഉശിരുള്ള ഈ പി കെ പപ്പു. നല്ല ഉശിരാന്നേ, നല്ല ഉശിര. നമ്മൾ സാധാരണ എങ്ങനെ ഇരുട്ടത്ത് ടോർച്ച് അടിക്കുന്നത്? മുന്നോട്ട് ടോർച്ച് അടിച്ചാന്നേ നടന്നു പോകുന്നത്. ഇയാൾ അങ്ങനല്ല. ഇയാള് പുറന്നോട്ട് ടോർച്ച് അടിച്ചിട്ട് ഫ്രണ്ടിലോട്ട് ഓടും. ഇത് കണ്ടാണ്ട് അപ്പുറത്ത് ഓമനയുടെ കൊച്ചിറക്കാൻ പറയുവാ, അംബിക അമ്മച്ചി വലിയൊരു മിന്നാമിനിങ് നിങ്ങളുടെ വീട്ടിൽ സൈക്കിളിൽ വന്ന് കയറുന്ന കണ്ടെന്ന്. അതിന്റെ ട്രിക്കാണ് പുറകിലോട്ട് ടോർച്ച് അടിച്ചു പോകും. അതെന്താ ട്രിക്കാത്? ഇരുട്ടത്ത് നമ്മൾ മുന്നോട്ട് ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പിന്നാമ്പുറത്ത് മൊത്തം ഇരുട്ടാ. ശത്രുക്കൾ വന്ന് ആക്രമിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. ഇതാകുമ്പോ പുറമോട്ട് ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ ശത്രുവിന്റെ കണ്ണിൽ ചെന്നാൽ വെട്ടമടിച്ചിട്ട് കണ്ണിന്റെ കാഴ്ചകളെ വിഭ്രമിപ്പിച്ചിട്ട് കാഴ്ചയില്ലാതാവും. അതുകൊണ്ടുള്ള ട്രിക്കാ. പുറകീന്ന് വന്ന് ശത്രു സൈന്യം ആക്രമിക്കാൻ നിങ്ങളുടെ പേര് പപ്പു എന്നല്ലാതെ ടിപ്പു എന്നല്ല. കൂടുതൽ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ അടുക്കള കഥ പൂട്ടിയായിരുന്നു. അയ്യോ, പറച്ചിൽ കേട്ടതൊന്ന് ഫ്രണ്ട് കഥ പൂട്ടണ്ടെന്ന്. ഇവള് വീട്ടിലോട്ടല്ലേ, പിന്നെ ആര് കയറാനാ അവിടെ? അവളെന്താ വരാത്തത്? എന്താ അല്ലേലും ഇങ്ങനെ വരുമെന്ന് എനിക്കിന്ന് അറിയാം. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നല്ലേ കെട്ടിയത്? ഉത്തരവാദിത്ത ബോധമില്ലാത്ത ഒറ്റരണം അവിടെ ഉള്ളത്. ചാരുമൂട് എന്നൊരു കൊച്ചിനെ കണ്ടു. സത്യം പറഞ്ഞ ആ കൊച്ചു വീട്ടിൽ ഇരുന്നാ മതി, പൈസ ഉണ്ടാക്കുന്ന നമ്മുടെ ചെറുക്കനെ കൊണ്ട് കെട്ടിക്കത്തില്ലായിരുന്നോ? എന്നിട്ട് ആ ചെറുക്കനെ എന്നെ കൊച്ചിനെ കൂടെ പിടിച്ചിട്ട് പോലീസ് പിടിച്ച് ഇരിക്കാനെ കൊണ്ട് വീട്ടിൽ ഇരുന്ന് പൈസ ഉണ്ടാക്കുന്നെന്ന്. അതാണോ ഞാൻ പറഞ്ഞത്? ആ കൊച്ചിന് അങ്ങ് ഇൻഫോ പാർക്കിൽ ജോലി. ആ കൊച്ചു വീട്ടിൽ ഇരുന്ന് കമ്പ്യൂട്ടർ 2 കുത്തു കുത്തി കഴിഞ്ഞാൽ വീട്ടിൽ പൈസ ഉണ്ടാവും. ആക്രാന്തി നിർത്തി കൊച്ചിന്റെ പ്രസവത്തിന്റെ കാര്യം ഡോക്ടർ വരുമോ എപ്പോഴാണ് കാണും? ചെറുക്കനെ നിങ്ങൾ വിളിച്ചു പറഞ്ഞോ? ചെറുക്കനെ വിളിച്ചു പറ, സന്തോഷിനെ വിളിച്ചു. അല്ല വേണ്ട, അവൻ വെപ്രാളപ്പെടും. അവനെ വിളിച്ചു പറയണ്ട, അവൻ ഇതൊന്നും അറിയണ്ട. അവനൊന്നും അറിയാതല്ലേ കൊച്ചു ഗർഭിണിയായത്. ചെറുക്കനെ വിളിച്ചു പറ, അങ്ങോട്ട് ചെറുക്കനെ വിളിച്ചു പറ, സന്തോഷിനെ വിളിച്ചു പറ. വെളുപ്പിന്റെ 3 മണിക്ക് ഇവിടെ കയറ്റി പറ. പേടിക്കാനൊന്നുമില്ല. സന്തോഷേ, 3-4 നില മണ്ട നിൽക്കുന്ന എന്നെ പേടിപ്പിക്കാതെ എന്തുവാ? അല്ല, വിവരക്കേട് അച്ഛൻ പറയും. വിവരക്കേടോ? അല്ല, വിവരമല്ല അച്ഛൻ പറയും. സന്തോഷേ, അച്ചോ നീ ഇപ്പൊ എവിടെ നിൽക്കുന്ന? നീ ഞാൻ കയറാ തൂങ്ങി കിടക്കും അച്ഛാ. കയറത്ത് തൂങ്ങി കിടക്കാൻ നീ പൊട്ടിയ തോരണോ? അതല്ല, ഞാൻ 3-4 നില മണ്ട കയറാ തൂങ്ങി പെയിന്റ് അടിച്ചോണ്ടിരിക്കുവോ? എന്തു അച്ഛാ? മോനെ, ഇവിടെ കൊച്ചിനെ ഇവിടെ നമ്മൾ 3 മണിയായപ്പോ ഇവിടെ കയറ്റിയേ. ഇവിടെ കയറ്റി ഈ തിയേറ്ററിൽ കയറ്റി കഴിഞ്ഞപ്പോഴേ ഈ പറയത്തക്ക വിഷയങ്ങളൊന്നും ഇല്ല. പറയത്ത പോലെ പേടിക്കാനൊന്നും ഇല്ല. അയ്യോ, നിങ്ങൾ ഹൊറർ സിനിമയ്ക്കാണോ അവളെ കയറ്റിയത്? പേടിക്കാമല്ലെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ തിയേറ്റർ കയറ്റിട്ട് പേടിക്കാനൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. വെളുപ്പിനെ 3 മണിയായപ്പോ ചെറുതായിട്ടൊരു വേദന. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് കയറ്റി. രാധിക ഡോക്ടറെ കാണിച്ചോണ്ടിരുന്നത്. രാധിക ഡോക്ടർ ഇല്ല, ആരുടെ കല്യാണത്തിന് അങ്ങോട്ട് പോയേക്കുവാ. അയ്യോ, പിന്നെ എന്തോ ചെയ്യും? അപ്പൊ ഊട്ടിക്കുള്ള ഒരു ഡോക്ടർ വരുമ്പോ അത് കാണിക്കാന്ന് പറഞ്ഞു. അത് ഒത്തിരി താമസമല്ലേ അച്ഛാ? എന്തുവാ? ഊട്ടിയിലുള്ള ഡോക്ടറൊക്കെ 10 വന്ന് പരിശോധിക്കണമെങ്കിലേ താമസമല്ലയോ? നീ കാറല്ല എവിടെ ഞാൻ നടക്കുന്ന പറഞ്ഞേ? 3-4 നിലയുടെ മണ്ടയില്. നീ അങ്ങ് വിടാതെ എനിക്ക് അവനോടൊക്കെ സംസാരിക്കാൻ. കാര്യമെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയോ? ഇങ്ങനെ കൊണ്ട് ഹലോ ആണുങ്ങൾക്ക് കയറാൻ പറ്റത്തില്ല അവിടെ. ആണുങ്ങൾക്ക് അന്നത് കയറാൻ പറ്റത്തില്ല. ഞാൻ വിശ്രമിക്കാൻ കയറുമല്ലോ ഇതിനകത്തോട്ട്. ആണുങ്ങൾക്ക് കയറാൻ പറ്റത്തില്ലെന്ന് ഇതെന്താന്ന് അറിയാണോ നിനക്ക്? വലിയ തേള്. തേളോ? നിന്റെ അച്ഛൻ വെച്ചേ ഞാനാണ് ഈ ഹോസ്പിറ്റലിലെ മെയിൻ ഗൈനക്കോളജിസ്റ്റ്. ഇവിടെ ചോദിച്ചാ കേൾക്കാം. ഗൈനക്കോളജിസ്റ്റ്. പറയുന്ന പോലെ ഇനി ഇത് ഓട്ടോയ്ക്കകത്തിരുന്ന് പറയുമ്പോൾ ഉള്ള സൗണ്ട്. എന്റെ പൊന്നു ഡോക്ടറെ, എന്റെ മരുമകളെ എത്ര സമയത്തോടെ കൊണ്ടുവന്ന് കയറ്റിയാന്നറിയാം? 3 മണിയായപ്പോ കൊച്ചിനെ കൊണ്ടുവന്ന് കയറ്റിയത്. അവർക്ക് എന്തോ ഒരു വേദന പോലെ വന്നു കഴിഞ്ഞ് നിങ്ങൾ എത്ര നേരം കൊണ്ട് വിളിക്കുന്നു? ഇതുവരെ ഒരു മാറ്റാതെ എന്റെ കൊച്ചിനെ നോക്കിയിട്ടില്ല. ഇന്നലെ രാത്രി 7 മണി മുതൽ വെളുപ്പിന് 4 മണി വരെ എനിക്ക് നൈറ്റ് ആയിരുന്നു. എല്ലാവർക്കും അങ്ങനെ തന്നെ. ആ സമയത്ത് എല്ലാവർക്കും നൈറ്റാ. ഞാൻ പറഞ്ഞത് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു.
വീട്ടിൽ നിന്ന് കട്ടിലെ കയറി പപ്പിയെ കെട്ടിപ്പിടിച്ച് കിടന്നപ്പോ ഉടനെ ഇവിടുന്ന് കോള്. പപ്പി എന്ന് പറയുന്ന ഭാര്യയാണോ? അല്ല, എന്റെ പട്ടി. ഓ. ആ, ഉടനെ വന്ന് ഞാൻ ഒരു മോളെ കണ്ണടച്ചില്ല. ഇങ്ങോട്ട് കാർ ഓടിച്ചോണ്ട് വരുന്ന വഴിക്കാണ് ഞാൻ ഉറങ്ങിയത്. എന്നോടാണ് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത് കേട്ടോ. അല്ല, ആരെയാണത് കയറ്റിയേക്കുന്നേ? ഗർഭിണിയാ. ഓ രാഗിണി കൊച്ചിന്റെ പേരാ. ഒരു മെഡിക്കൽ റിപ്പോർട്ടൊക്കെ ഞാൻ വായിക്കണം. വായിക്കുന്നത് വായിക്കുന്നത് വായിക്കണേ. വായിക്ക. ബി വലിയ 1 000 ചേർത്തൊരു വര. അയ്യോ, ബ്ലഡ് ഒന്ന് എഴുതിയേക്കുന്നത് വായിച്ചുകൊണ്ടു. ബി വലിയ 1 2 0 ചേർത്തൊരു വരാന്ന് വന്നേക്കുന്നവൻ. കാണ്ട റിപ്പോർട്ട് കാൺ ചെയ്ത റിപ്പോർട്ട് എന്തോ മറ്റേ ജീവിക്കകത്ത് സംഭവം വരുമ്പോ അതിന്റെ പടം വരത്തില്ല. ബഹിരാകാശത്തിന്റെ പടമുള്ള ബഹിരാകാശത്തിന്റെ പടം. സ്കാൻ. ആ, ഇതെന്റെ കൈ നിൽക്കുമെന്ന് തോന്നില്ല. എന്റെ കയ്യിൽ എണ്ണ തേച്ചിട്ടുണ്ടോ? അങ്ങനെയാണോ പറഞ്ഞത്? ഇത് വളരെ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള പരിപാടി. അന്ന് എങ്ങനെ പറയുന്നത്? ഇല്ലെങ്കിൽ പ്ലീ ഇതുവഴി അങ്ങ് പോകും.